ആള് എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ആ വലിയ ഹാളാണല്ലോ. 1000-1500 പേർക്ക് ഇരിക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യം, ഭയങ്കര ചൂടാ. ആവി എടുക്കുന്ന കണ്ടില്ലേ? AC ഉണ്ടായിരുന്നു, നല്ല സുഖിച്ചിരിക്കാമായിരുന്നു. ഞാൻ ഹാളെന്ന് പറഞ്ഞില്ല, എന്റെ ആളിനെയാ പറഞ്ഞത്. ആളോ? അതിന്റെ ഇടയ്ക്ക് ഇത് ഒപ്പിച്ചോ? ഒന്ന് ശ്രദ്ധിച്ചോ ഓഫീസറെ? ചില പെണ്ണുങ്ങളെ കാണാൻ നല്ല സുന്ദരിയായിരിക്കും, പക്ഷെ ശബ്ദം ഒന്നിനും കൊള്ളില്ലായിരിക്കും. ചിലരെ കാണാൻ ഓക്കെ ആയിരിക്കും, പക്ഷെ ശബ്ദം വളരെ സൂപ്പർ ആയിരിക്കും. ചില പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ കാണാനും സുന്ദരിയായിരിക്കും, ശബ്ദവും നന്നായിരിക്കും. എന്റെ ആളിന് ഇത് രണ്ടും നന്നായി വന്നു. സത്യത്തില് ഞാൻ ഒരു ലക്കി മാനാണ്. ഇവളെ കല്യാണം കഴിച്ചോണ്ടല്ലോ, ഇവളെ ഞാൻ വെളുപ്പം കാലം വരെ വെച്ച്. മനസ്സിലായി. സാറിന്റെ മുഖത്തെ ഭാവം കണ്ടാലറിയാം മനസ്സിൽ ഉദ്ദേശം എന്താ. ചേച്ചേ, പാട്ട് പാടാൻ പറഞ്ഞ് കേട്ടോണ്ടിരിക്കുന്ന പറഞ്ഞേ. ചിത്രാദേവി പ്രിയയുടെ ഓഫീസർ റെഡി. ഇളയനില സംഗീത പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സംഗീതമഴയിൽ നനയാൻ നിങ്ങൾ റെഡിയല്ലേ? ഇതെന്താ ഇവന്മാര് ആരും കൈയടിക്കില്ലേ? താങ്ക്സ്. തുടങ്ങാല്ലേ? ആഹാ, എന്താ ശബ്ദം, എന്താ സൗന്ദര്യം. എന്റെ മനസ്സെന്റെ അടുത്തില്ല. 1 2 3 4. എത്രയോ ജന്മമായി. എന്താ സാർ, കുളിര് പോരുന്നോ? സോറി, എന്താ അങ്ങനെ ചെയ്തേ? കറക്റ്റായി വായിക്കേ. അതല്ലേ ഓർത്തെ, അവിടെ എന്തോ പ്രശ്നം. ഓക്കേ. എത്രയോ ജന്മമായി. ഈ ശബ്ദം കൊണ്ടുള്ള പാട്ടാണോ രാത്രി മുഴുവൻ കേട്ടുകൊണ്ടിരിക്കാൻ പോകുന്നത് MT സാറേ? സോറി, എന്റെ മിസ്റ്റേക്കാ. സോറി. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, ഇഷ്ടമായി നിന്നെ എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അഹങ്കാരം കണ്ടില്ലേ? നിർത്താൻ. നിർത്ത് പിന്നെ പാടിക്കൊണ്ടിരിക്കണം. ഇവിടെ എന്താ കല്യാണ ചെറുക്കൻ മരിച്ചോ, അതോ അവന്റെ അച്ഛൻ പീറ്റർ മരിച്ചു പോയോ? ഒസാനെന്ന് പാടാൻ പറഞ്ഞ ഓന്ന് വെക്കുന്നു. കാതിന്റെ അകത്ത് ഹോൺ അടിച്ച പോലുണ്ട്. ഇതെന്താ കല്യാണ വീടോ അതോ മരണ വീടോ? ഒരാളും നോക്കും. നിനക്കൊക്കെ എത്ര അഹങ്കാരം ഉണ്ടെങ്കിലാ ചിത്രാദേവി പ്രിയയുടെ ഇളയനില സംഗീത പരിപാടിയിലേക്ക് സ്വാഗതം എന്ന് പറയും മൈക്ക് പിടിച്ച്. അതും പോരാഞ്ഞ് സംഗീതമഴയിൽ നനയാൻ തയ്യാറാണോ എന്ന് ചോദിക്കുന്നു. എടാ, എല്ലാത്തിനും കാരണം നീയൊക്കെയാ. ഇനി ഏതെങ്കിലും ഒരുത്തൻ കീബോർഡ് വായിക്കുന്നു, കബോർഡ് വായിക്കുന്നു പറഞ്ഞോടെ വന്നാ കൈയും കാലത്തല്ല പിടിക്കാം. കുറച്ചെങ്കിലും സ്റ്റേജ് മാനേഴ്സ് ഉണ്ടെങ്കിൽ ഇതുപോലെ കിടന്ന് ഒച്ചയുണ്ടാക്കോ? എല്ലാവരും എന്റെ പാട്ട് ജോളിയൊക്കെ ആയിട്ട് രസിക്കായിരുന്നു. എന്തിനാ അവരെ ഡിസ്റ്റർബ് ചെയ്തേ? എന്തോന്ന് ഞാൻ ഡിസ്റ്റർബ് ചെയ്തെന്നോ? എടീ, നീയാ എല്ലാരും പാട്ട് പാടി ചലഞ്ച് ചെയ്തോണ്ടിരിക്കുന്നത്. അതെ, ഒരു പെണ്ണ് സ്റ്റേജിൽ കയറി വൃത്തികേടായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. എല്ലാരും ചെവി കേൾക്കാത്ത പോലെ വെറുതെ മിണ്ടാതിരിക്കുന്നതിനാ? എന്തെങ്കിലും പറയേ. MT സാറേ, ഇത് എന്തോന്നാ ഇത്? റോഡ് വക്കലും മൈലെണ്ണ കച്ചവടം നടത്തുമ്പോൾ ആളെ കൂട്ടി നിന്ന് പ്രസംഗിക്കുന്നത്. നിന്നേക്കാളും വൃത്തികേടായിട്ട് പാടുന്നു. എന്നെ കൊണ്ട് എങ്ങനെ സഹിക്കാനാവും? പറയേ. ദേ നോക്ക്, വൺ സൈഡ് ലവിന് ഓവർ ഫീലിംഗ് ആകാതെ വരാൻ നോക്കൂ. വാ, എന്നെ തടയരുത്. എടി, ഇനി നീ സ്റ്റേജിൽ കയറി പാടുന്ന കണ്ടോ ഞാൻ പറഞ്ഞേക്കാം. നിനക്ക് പാടണം നിർബന്ധമാണെങ്കിൽ ബാത്റൂമിൽ പോയി പാടറി. എടി, അവിടെ നീ പാടണ്ട, വെള്ളം പോലും വരത്തില്ലടി. ഒട്ടുപാടാ ഇറങ്ങിയേക്കുന്നു. ഓഫീസറെ, എനിക്കൊരു നല്ല പാട്ടുകാരി കിട്ടിയെന്നോർത്ത് ഞാൻ എത്ര സന്തോഷിച്ചെന്നറിയോ? അവളെ കണ്ട ആ ചെറിയ നിമിഷത്തിൽ ഒരു ജീവിതം തന്നെ ജീവിച്ചു തീർന്നു. പക്ഷെ അവള് നിന്നേക്കാളും വൃത്തികേടായിട്ട് പാടി. മതി. എന്റെ ആഗ്രഹങ്ങൾ ഇത്ര വേഗം തട്ടിത്തെറിപ്പിക്കുമെന്ന് ഞാൻ ഓർത്തില്ല. എന്നെ വിശ്വസിപ്പിച്ച് ചതിച്ചു. ആ ശാപം അവളെ വെറുതെ വിടില്ല. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ എന്റെ ദൈവം അവളുടെ മുഖത്തിനിട്ട് കുത്തും. മുഖം നോക്കി കുത്താൻ ദൈവം എന്താ ബോക്സർ വല്ലതാണോ? തുടങ്ങിയവൻ. അല്ല, അറിയാൻ മേല എന്നിട്ട് ചോദിക്കുക, നിങ്ങൾ എന്താ സ്റ്റാർ സിംഗറിന്റെ ജഡ്ജോ? ശ്രുതി ശരിയല്ല, സംഗതി ശരിയല്ല, ഷഡ്ജ് ഇട്ടിട്ടില്ലെന്നൊക്കെ പറയാൻ. എന്റെ സാറേ, ബിരിയാണിയിൽ പീസില്ലെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ നോക്ക്. അതിൽ ന്യായമുണ്ട്, അതിന് ഞാൻ കൂട്ടി നിൽക്കാം. ചള്ളാസിനകത്ത് ഉള്ളിയില്ലെന്ന് പറഞ്ഞാൽ അതിനും ഒരു അർത്ഥമുണ്ട്, അതിന് ഞാൻ കൂട്ടി നിൽക്കാം. ഇതൊന്നുമല്ലാതെ ആ പെണ്ണിന്റെ അടുത്ത് പോയിട്ട് ഒരാൾ വന്നിരിക്കുന്നു, ഇത് കേട്ടോ സാറേ, ഇലയിട്ട പന്തിയിലിരുന്ന് ഉണ്ടിട്ട് പോകണം. മണ്ഡപത്തിൽ കയറി ചെല്ലുന്നതിനൊരു മര്യാദയുണ്ട്, നശിപ്പിക്കല്ലേ. വാ. പ്രായമായി കഴിഞ്ഞാലേ ഇങ്ങനെ തന്നെ. എഴുന്നേക്ക് ഓഫീസർ. എഴുന്നേക്കാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെണ്ണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് വൃത്തികേടായി പാടിയില്ലെന്നോർത്ത് ഞാനീ നമ്രസിരസ്കായി നിൽക്കുകയാണ്. അതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയില്ലാതെ എല്ലാരും വരുന്നതിന് മുമ്പ് വന്നു കയറിയിരിക്കുന്നു. നാണമില്ലേ?
അതിന് നാണിക്കേണ്ട കാര്യം എന്തുവാ? ഏൽപ്പിച്ച ജോലി ചെയ്യാൻ പോവാ. ഏൽപ്പിച്ച ജോലിയോ? എടോ, വന്ന കാര്യം മറന്നോ? ആൽബർട്ട് ജോൺസനെ കാണണം, ബേബി സോപ്പ് ആഡ് കൺഫേം ചെയ്യണം, ചാനൽ നമ്പർ 1 ആക്കണം. അതിനുവേണ്ടി ഇവിടെ വന്നത്. അതെല്ലാം ചുരുട്ടി ദൂരോട്ട്. എനിക്ക് ആൽബർട്ട് ജോൺസനെ അറിയത്തില്ല, ഒരു ഓംലെറ്റ് ജോൺസനെ എനിക്കറിയത്തില്ല. എല്ലാം നുണയാ. ഞാൻ വന്നത് തന്നെ കാദർബായുടെ മട്ടൻ ബിരിയാണി കയറ്റാൻ വേണ്ടിയാ. സന്തോഷമായല്ലോ? ബായ് ഇക്ക, നമസ്കാരം. അയ്യോ പാവ, വരവ് കണ്ടോ? ഓക്കെ ഓക്കെ ബായ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ നാട്ടില് എവിടെ നിക്കാഹ് നടന്നാലും ഞമ്മള് ബിരിയാണി ഉണ്ടാക്കിയ കറക്റ്റായിട്ട് ഈ പകയൻ അവിടെ എത്തും. എന്ത് കലാക്കിലെ ജോലി ഉണ്ടെങ്കിലും ഞമ്മളുണ്ടാക്കുന്ന ബിരിയാണി തിന്നാലും ഇവന് അടങ്ങൂല. ബായിയുടെ ബിരിയാണിക്ക് എന്റെ നാക്കടിമ. എന്റെ പൊന്നു പുള്ള ഞാൻ ഉള്ളതേ പറയൂ. തരുന്നു ഞമ്മളത് ചെയ്യുന്നല്ല. ഒന്നിനും കൊള്ളാത്ത ഈ കാദർബായുടെ ബിരിയാണിക്ക് വേണ്ടിയാണോ എന്നെ ഇവിടെ കൊണ്ടുവന്നേ? നമ്മുടെ ബായിയെ കണ്ട കാണ്ടാമൃഗം ബലിയിലിട്ട് പോലും ഉണ്ടാവുമല്ലേ? പക്ഷെ നമ്മുടെ ബായിയുടെ കൈ ഉണ്ടല്ലോ, രുചി അങ്ങോട്ട് തോന്നിയ നക്കി തുടക്കാൻ തോന്നും. അത്ര മാത്രമല്ല രുചി. നമ്മളെ പുകഴ്ത്തന്റെ 2 പീസ് കൂടുതൽ തന്നേക്കാവുന്ന്. ഞമ്മടെ കഴുത്തൽ ഈ തൂങ്ങിക്കിടക്കുന്ന എന്താന്ന് കണ്ട? ഇതെന്താന്ന് മനസ്സിലായ? അരഞ്ഞാണോ അല്ലേ? ഈ പകയനോടും ഉണ്ടാണ്ടിരിക്കാൻ പറയെങ്കിലും ആകട്ട്. അനക്ക് നോക്കുമ്പോ ഇത് അരിഞ്ഞാണമായിരിക്കും. ഈ ബായിക്കും എനിക്കും ഇത് പുക്കിൽ കൂടിയാണ്, പുക്കിൽ കൂടി. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുവായി. ചേട്ടാ, വയറിന്റെ ശ്വാസത്തേക്ക് വിടി. ഇനി കുറച്ചുകൂടെ കുട്ടിക്ക്. ഇനി പറ്റത്തില്ല മുള്ളേ, ഗ്യാസ് പോകും. അല്ല പോട്ട് മക്കളെ, എല്ലാം പോട്ട് മുള്ളേ. ഹലോ, തലയിൽ അടിച്ചത് മതി. ഞങ്ങളുടെ ഓണർ വിളിക്കുന്നു, അങ്ങോട്ട് ചെല്ല്. അയ്യോ, ഇവളൊന്നും ഈ മണ്ഡപത്തിന്റെ ഓണർ. അയ്യോ, കൊളവായോ? മുങ്ങല്ലേ, ഇവിടെ നിക്ക്. ഞാൻ പുറത്ത് ഗേറ്റ് അടയ്ക്കട്ടെ. ഈ മണ്ഡപത്തിന്റെ ഓണർ ഞാനാണെന്നുള്ള കാര്യം നിങ്ങൾ പ്രതീക്ഷിച്ചേയില്ലല്ലേ? അത് പോട്ടെ, ഇയാളുടെ പേരെന്താ? മിസ്റ്റർ അഴകുരാജൻ. മിസ്റ്റർ അഴകുരാജൻ. ഇയാള് പെട്ടുപോയെന്ന് പേടിയാ? പോടി. നീ വളരെ വൃത്തികേടായിട്ടാ പാടിയത്. നീ പാടിയത് എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. അതാ കളിയാക്കിയത്. ചിത്രയുടെ പാട്ടിഷ്ടമല്ലാത്ത ചിലർ കാണും, ജാനകിയുടെ പാട്ടിഷ്ടമല്ലാത്തവരും ചിലപ്പോ ഉണ്ടാകും. അതെല്ലാം പോട്ടെ, ശ്രേയ ഘോഷലിന്റെ പാട്ടിഷ്ടമല്ലാത്തവരും ഉണ്ടാവും. മനസ്സിലായോ? അതുകൊണ്ട് അവരെല്ലാവരും നല്ല സിംഗേഴ്സ് എന്ന് പറയാൻ പറ്റുമോ? പറ. അതേപോലെ തന്നെയാ ഈ ദേവിപ്രിയയും. എന്റെ പാട്ട് ഇയാൾക്ക് ഇഷ്ടമല്ല. സിമ്പിൾ. ഇത്ര വൃത്തികേടായിട്ട് പാടിയിട്ട് കുറച്ചു പോലും മനസാക്ഷിയില്ലാതെ ചിത്രയും ജാനകിയും ശ്രേയ ഘോഷലിനെയും കമ്പയർ ചെയ്യുന്നു. ഓക്കേ, സ്റ്റോപ്പ്. ഇത് നോക്ക്. ലണ്ടനിൽ പോയി സിംബടിയെല്ലാം ചെയ്തല്ലോ ഇളയരാജ. അദ്ദേഹത്തിന്റെ പാട്ടല്ല ഇവള് പാടി നാണം കെടുത്തുവാണല്ലോ. അയ്യോ, ഞങ്ങളുടെ ഏറെ പോലും നീ വിട്ടുവെച്ചില്ലല്ലോ. ഹോളിവുഡിൽ പോയി 2 ഓസ്കാർ മേടിച്ചോണ്ട് വന്നതാ. അയ്യോ, ഹാരിസ് ജയരാജ്. അയ്യോ, ഇദ്ദേഹം അന്തസ്സുള്ള ആളായിരുന്നല്ലോടി. ഇതെല്ലാം ഇവരറിഞ്ഞ് ഇവര് ജോലി വിട്ടു തന്നെ പോകും. ഇതെല്ലാം അറിഞ്ഞിട്ട് ഞാൻ ജീവനോടെ ഇരിക്കണോ? എന്നെ മേലോട്ട് വിളിച്ചോ. എന്നെ എന്താണ് വിളിക്കാത്തെ? വിളിക്കടാ എന്നെ മേലോട്ട്. എന്നെ വിളിക്കടാ പ്ലീസ്, എന്നെ വിളിക്കടാ. അയ്യോ, ഭൂമി ദേവിയല്ലോ കണ്ടോടി ഇരിക്കുന്നേ. ഒരു ദിവസം നിനക്ക് ഇതിനൊക്കെ കിട്ടുവടി. പിന്നെ കണ്ടോടി എന്താ നടക്കാൻ പോകുന്നെന്ന്. MD സാറേ, നിങ്ങളുടെ വായൊന്ന് ആദ്യം അടച്ചു വെക്കാൻ നോക്ക്. ജീവിതത്തിൽ ഇതുവരെ സുഖവും ഞാൻ അനുഭവിച്ചിട്ടില്ല. ദേവത തിരുവാതിർന്നു പറയല്ലേ സാറേ. ഈ കാസർഗോഡ് കാദർബായുടെ ബിരിയാണി തിന്നാതെ പോകാനാ ഞമ്മള് സമ്മതിക്കില്ല. ഓരോ വഴിക്ക് തിന്നുപുള്ളേ. അപ്പം ബൈ 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 ബൈ. MD സാറേ, ഒരു ബായി തന്നെ ബൈ പറഞ്ഞിട്ട് പോകുമ്പോ കേൾക്കാൻ എന്തൊരു സുഖവാ. അയാൾ ഒരു സാധാരണ മനുഷ്യനേ അല്ല. ബിരിയാണി ഉണ്ടാക്കാൻ പിറവിയെടുത്ത കാണ്ടാമൃഗത്തിന്റെ കുഞ്ഞാണ് അദ്ദേഹം. ഞാനേ ദേഷ്യത്തിലല്ലേ. കുടിക്കാൻ ബ്രാൻഡി, ഒഴിക്കാൻ ഗ്ലാസ്, ടച്ചിങ്സിന് അച്ചാറ്, കഴിക്കാൻ ബിരിയാണി. ഇപ്പൊ മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു നല്ല ഭായി ഉള്ളതുകൊണ്ട് മാത്രമാ നമ്മുടെ നാട്ടിൽ മഴ പെയ്യുന്നത്. സത്യമാണോ ഓഫീസർ? ഈ കാലത്ത് ആരെങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഭായിയെ പോലെ നല്ലവരുള്ളതുകൊണ്ടാ ഈ നാട്ടിൽ മഴ തന്നെ ഉണ്ടാവുന്നത്.